മാത്യു കുഴൽനാടനെതിരെ ഫ്ലക്സ് ബോർഡ് ഉയർത്തി യൂത്ത് ലീഗ്. കുഴൽനാട, നിന്റെ കുഴലൂത്ത് ലീഗിനെതിരെ വേണ്ട, പട നയിച്ചവർ ഭരിക്കട്ടെ എന്നാണ് ഫ്ലക്സ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ബിജീഷ് ഗോവിന്ദൻ ചേരുകയാണ് വിവരങ്ങളുമായി. ബിജീഷ്, മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകൾ തിരുവനന്തപുരത്ത് നടക്കുന്നതിനിടെയാണ് മാത്യു കുഴൽനാടൻ ഞങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ, കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗ് ഇടപെടേണ്ട എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. ഒന്നിച്ചു നിന്ന് മത്സരിച്ച് ജയിച്ചതിന് ശേഷം അതിന്റെ പ്രഭ കെടുത്തുന്ന രീതിയിലാണ് കുഴൽനാടന്റെ വാക്കുകൾ എന്നുള്ള വിമർശനം പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ കുഴൽനാടനെതിരെ യൂത്ത് ലീഗ് മുന്നോട്ട് വരുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നു, കുഴൽനാടനെതിരെ ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് ആ ബോർഡിൽ പറഞ്ഞിരിക്കുന്നത്? യൂത്ത് ലീഗിന്റെ ഒരു പൊതുവികാരം എന്താണ് ബിജീഷ് ഇക്കാര്യത്തിൽ? ഇതിനകത്ത് മഹേഷ്, ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇരിക്കൂർ മണ്ഡലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. യൂത്ത് ലീഗിന്റെ ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റിയാണ് ഇരിക്കൂർ ടൗണിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ ഫ്ലക്സ് ബോർഡ് ഉയർത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞ വാക്കുകൾ, അതായത് കുഴൽനാട നിന്റെ കുഴലൂത്ത് ലീഗിനോട് വേണ്ട എന്നുള്ളതാണ് അതിനകത്തുള്ള വരികൾ. ഒപ്പം തന്നെ വി.ഡി. സതീശന്റെ ചിത്രം പതിച്ചുകൊണ്ട് പട നയിച്ചവർ ഭരിക്കട്ടെ എന്നുള്ള വാക്കും കൂടിയുണ്ട്. ഒരേ സമയത്ത് കെ.സി. വേണുഗോപാലിനെയും അതുപോലെ തന്നെ കെ.സി. വേണുഗോപാലിനെ എതിർക്കുകയും അതുപോലെ തന്നെ വി.ഡി. സതീശനെ അനുകൂലമായി രംഗത്തെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇരിക്കൂർ മണ്ഡലം നമുക്കറിയാം, സജീവ് ജോസഫ് എന്ന് പറയുന്ന കെ.സി. വേണുഗോപാലിന്റെ സന്തത സഹചാരി, അതുപോലെ തന്നെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളുമായിട്ടുള്ള സജീവ് ജോസഫാണ് ഇരിക്കൂറിൽ നിന്നുള്ള ജനപ്രതിനിധി. ഇത്തവണ 1,00,000-അടുത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സജീവ് ജോസഫ് ഇരിക്കൂർ മണ്ഡലത്തിൽ വിജയിക്കുകയും ചെയ്തത്. ഇരിക്കൂർ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയ ആളാണ് സജീവ് ജോസഫ്. അങ്ങനെയുള്ള ആ മണ്ഡലത്തിൽ ഒന്നുകിൽ സജീവ് ജോസഫിനെ രാജിവെപ്പിച്ചുകൊണ്ട് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുകയാണെങ്കിൽ അവിടെ മത്സരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള ചർച്ചകൾക്കിടെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇരിക്കൂറിൽ നിന്ന് യൂത്ത് ലീഗിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. യൂത്ത് ലീഗ് മാത്യു കുഴൽനാടന് മറുപടി നൽകുന്നതിലൂടെ കെ.സി. വേണുഗോപാലിനുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഇരിക്കൂറിൽ മത്സരിക്കാൻ വരികയാണെങ്കിൽ ബോർഡ് വന്നിരിക്കുന്ന സ്ഥലം ഇരിക്കൂറാണ് എന്നുള്ളത് കൂടി ഓർക്കണം. അവിടെ ഇരിക്കൂറിൽ തന്നെ കെ.സി. പക്ഷത്തിന് നേതാവ് കൂടിയായ കെ.സി. വേണുഗോപാലിനൊപ്പം നിൽക്കുന്നു എന്ന് കരുതുന്ന മാത്യു കുഴൽനാടനെതിരെ വലിയ തോതിലുള്ള ഒരു വിമർശനം ഉയർത്തി യൂത്ത് ലീഗ് മുന്നോട്ട് വന്നിരിക്കുന്നു.